പാലക്കാട് SP ടെലി ബൈറ്റ് കൂടി പ്രേക്ഷകരിലേക്ക്. അതിൽ വേറെ ഒന്നും ഫർദർ നടപടി ഒന്നും ഇല്ല, ആയിട്ടില്ല. വേറെ തെളിവുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഒന്നുമില്ല, ഒരു നടപടി ആയിട്ടില്ല. അത് എൻക്വയറി സ്പെഷ്യൽ ബ്രാഞ്ച് DSP കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇല്ല, അതിൽ വേറെ ഒന്നും തെളിവുകൾ കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അല്ല, എൻക്വയറി കഴിഞ്ഞിട്ടുണ്ട്, അതിൽ ഫർദർ നടപടി ആവശ്യമില്ലെന്നാണ് പറഞ്ഞതാണല്ലോ. അതെ, അന്വേഷണം അവസാനിച്ചു. പ്രസാദ്, അതായത് അന്വേഷണം പൂർണ്ണമായും അവസാനിപ്പിച്ചു എന്നാണ് SP വാക്കിൽ നിന്ന് മനസ്സിലായത്. അതായത് ഇനിയൊരു പ്രാഥമിക റിപ്പോർട്ടല്ല, ഇനിയൊരു തുടർ നടപടി ആവശ്യമില്ലെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, അതായത് തുടരന്വേഷണം നടത്താൻ കഴിയുന്ന തരത്തിൽ ഏതെങ്കിലും തെളിവ് കണ്ടെത്തുകയോ അല്ലെങ്കിൽ സൂചന കിട്ടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പോലീസിന് അന്വേഷണവുമായി മുന്നോട്ട് പോകണമെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഈ പരാതിക്ക് ഫലം നൽകുന്ന തരത്തിൽ എന്തെങ്കിലും സൂചനകൾ അല്ലെങ്കിൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെയൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടുകൂടിയാണ് ഈ ഇനിയുള്ള അന്വേഷണം അവസാനിച്ചു എന്ന് തന്നെയാണ് SP നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനകത്ത് കൂടുതൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും SP പറയുന്നു. പ്രസാദ്, ഇതിൽ ആദ്യം ഈ ആരോപണം ഉന്നയിച്ചപ്പോഴും പിന്നീട് പരാതിയായി നൽകിയപ്പോഴും ഒന്നും പോലീസ് ആദ്യം കേസെടുക്കാൻ തയ്യാറായിരുന്നില്ലല്ലോ, അല്ലേ? പോലീസ് ഒരു ഘട്ടത്തിലും കേസെടുത്തിരുന്നില്ല. പ്രാഥമിക അന്വേഷണം മാത്രം നടത്തുകയാണ് ചെയ്തത്. അതായത് CPM ജില്ലാ സെക്രട്ടറി അന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടി സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയെ SP ചുമതലപ്പെടുത്തി. അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP നടത്തിയ പരിശോധനയിലാണ് അതിൽ ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ പെട്ടിക്കകത്ത് പണം കൊണ്ടുവന്നു എന്ന തരത്തിലുള്ള ഒരു തെളിവും കണ്ടെത്താൻ അവർക്ക് കഴിയാതെ വന്നത്. അങ്ങനെയാണ് തുടർ നടപടികളൊന്നും തന്നെ ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് പോലീസ് വന്നിട്ടുള്ളത്. ഇനി അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതായത് ആ പെട്ടിയിലോ അല്ലാതെയോ പണം കൊണ്ടുവന്നു എന്ന് ബോധ്യമാകുന്ന തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടേണ്ടതുണ്ട്. അങ്ങനെ കിട്ടിയാൽ മാത്രമേ പോലീസിനും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് SP പറയുന്നത് അവസാനിച്ചു അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നു എന്ന് തന്നെ കൃത്യമായി വ്യക്തമാക്കുന്നത്. തുടരന്വേഷണത്തിലുള്ള സാധ്യതയും കുറവാണ്. എന്തായാലും ഇതിനകത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന വാദങ്ങൾ ശരിയാണ് എന്ന് തെളിയുന്നതാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. UDF-ന് എന്താണെങ്കിലും ഇതൊരു വലിയ വിജയം തന്നെയാണ്. കാരണം ഈ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം ഈ ട്രോളി വിവാദത്തിൽ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല എന്നുള്ള പോലീസ് റിപ്പോർട്ട് കൂടി വരുമ്പോൾ വിജയത്തിന്റെ മധുരം ഇരട്ടിയാകും. പ്രസാദ്, ഇപ്പോൾ ഈ പാലക്കാട് ഏരിയ കമ്മിറ്റിയിൽ, ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ വിമത നീക്കം അടക്കം ശക്തമാണ്. ഈ വിഷയവും ഇനി ഉൾപാർട്ടി പോരിന് ഇടയാക്കുമോ? തീർച്ചയായും ഇതൊരു പ്രത്യേകിച്ച് പാലക്കാട് ഏരിയ സമ്മേളനമൊക്കെ വരാനിരിക്കെ സ്വാഭാവികമായും ഇത് ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. ഒന്ന്, CPM സ്വീകരിച്ച അവരുടെ അതിൽ നേരത്തെ CPIയുടെ മണ്ഡലം സെക്രട്ടറി തന്നെ നമ്മൾ മുമ്പ് വാർത്ത നൽകിയതാണ്. അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന മുരളി താരേക്കാട് തന്നെ പറഞ്ഞതാണ്, ഈ പ്രചരണ സമയത്ത് തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ പാളിച്ച പറ്റി എന്നുള്ളത് അവർ നേരത്തെ CPIയുടെ പാലക്കാട് മണ്ഡലം സെക്രട്ടറി തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളതാണ്. CPM-നകത്തും അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. NN കൃഷ്ണദാസ് തന്നെ ഈ വിവാദം വലിയ തോതിൽ CPM അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ വിമർശനമായി അത് മുന്നോട്ട് വെക്കുന്ന സമയത്ത് പെട്ടി വിവാദം പൂർണ്ണമായും ഒഴിവാക്കണം എന്ന ഒരു നിലപാട് സ്വീകരിച്ചത് ആദ്യം NN കൃഷ്ണദാസാണ്. NN കൃഷ്ണദാസ് പ്രയോഗിച്ച വാക്ക് പോലും പെട്ടി വലിച്ചെറിയൂ, ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യൂ എന്ന നിലപാടാണ് അന്ന് NN കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഒരു വിഭാഗം ആളുകൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും CPM-നകത്ത് ഇതിനകത്തൊരു തെളിവും പുറത്തു വരാത്ത അല്ലെങ്കിൽ തെളിവും പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ CPM-നകത്തും ഇതൊരു വലിയ വിവാദമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ LDF-നകത്തും നേരത്തെ CPIയുടെ നേതാക്കൾ ഉൾപ്പെടെ ആ ഒരു തന്ത്രം, അതിൽ വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പണം കൊണ്ടുവന്നു എന്ന തരത്തിലേക്ക് അതിൻ്റെ പ്രചരണം പോയപ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ അത് നേട്ടം രാഹുലിനെ ഒരു അനുകൂല തരംഗം അല്ലെങ്കിൽ അനുകൂല സ്വഭാവത്തിലേക്ക് അത് മാറി എന്നുള്ളത് തന്നെയാണ് CPM പിന്നീട് വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വിവാദവുമായി മുന്നോട്ട് പോകാൻ CPM തയ്യാറാകുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. എന്തായാലും അന്വേഷണം പോലീസ് അവസാനിപ്പിക്കുകയാണ്. ഒരു തെളിവും അതിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.